മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ രണ്ടന്ധന്മാരെ സുഖപ്പെടുത്തുന്ന വചന ഭാഗമാണ് നാം വായിച്ചത്. ഈ വചനഭാഗത്തിന് പ്രത്യേകതയുണ്ട്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ഈശോ ചോദിച്ചേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്തു തരാമെന്നല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നമ്മുടെ മനസ്സ് ചോദിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ ചോദിച്ചേ? എന്തുകൊണ്ട് ഈശോ അങ്ങനെ ചോദിച്ചേ അവരോട്? ബാക്കി എല്ലാവരോടും ദൈവം ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, പല സ്ഥലത്തും സൗഖ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് എന്ത് ആഗ്രഹിക്കുന്നെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഇഷ്ടം ചോദിച്ച് സൗഖ്യപ്പെടുത്തുന്ന ഒരു വചനഭാഗം എഴുതുക. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ ചോദ്യം, ബാക്കി ഒരു സ്ഥലത്തും ചോദിക്കാത്തൊരു ചോദ്യം, ബാക്കി ആരോടും ചോദിക്കാത്ത ചോദ്യം? ഈശോനറിയാം അന്ധന്മാരാണ്, സൗഖ്യപ്പെടുത്തിയാൽ മതി. പക്ഷെ ഈശോ അവരോട് ഒന്നുകൂടി കയറി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കും. എന്തുകൊണ്ട് ചോദിച്ചേ? അധ്യാപകനായതുപോലെ ചോദ്യം ചോദിക്കാണ് ഞാൻ വിടില്ല. ഞാൻ ക്ലാസ് എടുത്തിട്ട് വരണേ, ഓടി പറഞ്ഞ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പീരീഡ് കഴിഞ്ഞിട്ട് വരണേ, അവിടെ വന്നിട്ട് വേർക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? വേറെ എന്തെങ്കിലും ഉത്തരങ്ങൾ? ക്ലാസ്സിലും കുട്ടികൾ ഇങ്ങനെയാ തുമ്പത്തിരിക്കുന്നുണ്ടാവും. എന്താ പറയുക, ഞാൻ വിചാരിച്ചതാ. എന്തായിരിക്കും? അവർക്ക് ആഴ്ചയിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു കാര്യമാണ്, ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇങ്ങനെ ആഗ്രഹങ്ങൾ സൗഖ്യപ്പെടാൻ ഒരുപാട് പേര് വന്നിട്ടും ചോദിക്കാത്ത ചോദ്യമാണ്, നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു പറയാനാ പറഞ്ഞേ. എന്തുകൊണ്ടാ? ഒറ്റ കാരണം. അവരെന്താ വിളിച്ച യേശുവിനെ? ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ദാവീദിന്റെ പുത്രൻ എന്നിൽ കനിയണമേ എന്ന് അവർ വിളിക്കണമെങ്കിൽ ഈ മനുഷ്യൻ ദൈവ സൃഷ്ടിയുടെ പരിപാലന ഭാഗമായിട്ട് നമ്മുടെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ജനിച്ച അവതരിച്ച വ്യക്തിയാണെന്ന്, പഴയ നിയമത്തിന്റെ സകല പൂർത്തീകരണങ്ങളും നടക്കുന്ന ഒരു വ്യക്തിയാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാ അവരുടെ ഒരറിവുണ്ട്. ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച അന്ന് മുതൽ എന്നൊക്കെ വഴിതെറ്റിപ്പോയപ്പോൾ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതികളിൽ പ്രവാചകന്മാരെ കുറിച്ച് പ്രവാചകർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദാവീദിന്റെ വംശത്തിൽ വരുന്നവൻ നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കുമെന്നുള്ള പഠനങ്ങളെ. അപ്പോൾ ബൈബിളിന്റെ സകല സാരാംശങ്ങളെയും മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം അവർ കാണാനാകുന്നില്ല. പക്ഷേ ആരവങ്ങളും ചുറ്റുപാടും കണ്ടപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് ഉള്ളിലെ ഈ കടന്നു പോകുന്നതാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമെന്ന്. അതുകൊണ്ടാ യേശു എന്നല്ല വിളിച്ചത്, ദാവീദിന്റെ പുത്രനായ യേശു എന്ന് വിളിച്ചേ. എല്ലാ വാക്കിനും സുവിശേഷത്തിന്റെ പൂർത്തീകരണത്തിന്റെ. അപ്പൊ ഈ വ്യക്തികള് അത്രമാത്രം ദൈവത്തെക്കുറിച്ചും ദൈവ പഠനങ്ങളെക്കുറിച്ചും സ്ക്രിപ്ചറുകളെ കുറിച്ചും വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നവരാ. ആ അറിവാണ് അവർക്ക് സംരക്ഷണമായത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാല് ദൈവിക പദ്ധതികളെ കൂടി അറിയുക എന്നുള്ളതാ. ദൈവത്തെ അറിയുക എന്നുള്ളത് എൻ്റെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങളിൽ അണയുന്ന ദൈവമാണെന്നേക്കാൾ അപ്പുറം എൻ്റെ ജീവിതത്തിന് പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കുന്ന, ആ പദ്ധതിയിലേക്ക് എന്നെ ചേർത്ത് വെക്കുമ്പോൾ തോളോട് ചേർത്ത് വെക്കുന്ന, എന്നോട് കൂടെ നടക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക. നിങ്ങളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരല്ലേ? എത്ര പേര് ഈ ദിവസം ഇന്നലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു? എന്നിട്ട് നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആരെ സ്വീകരിക്കുന്നത്? ഈശോയാണ് സ്വീകരിക്കുന്നത്. ജീവനുള്ള ഈശോ സ്വീകരിച്ചിട്ട് നിങ്ങൾ കൈകളിലേന്തി ഈ ഹോളിൻ്റെ പുറത്തോ നിങ്ങൾ പോയ പള്ളികളുടെ പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടോ? സൗഖ്യം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും ജീവിത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, എന്നെ ഒരുപാട് അലട്ടുന്ന ജീവിത അവസ്ഥ കടന്നു വരുമ്പോൾ എനിക്കിങ്ങനെ പറയാനായിട്ടുണ്ടാ, ഇന്ന് ഞാൻ രാവിലെ സ്വീകരിച്ചത് എൻ്റെയും ജീവൻ്റെയും സംരക്ഷണമായ സംരക്ഷിക്കുന്ന ഈശോയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഞാൻ കരയില്ല, സങ്കടപ്പെടില്ല, എന്തൊക്കെ വന്നാലും ഞാനതിനെ ചേർത്ത് വെക്കുമെന്ന് പറയാൻ നിങ്ങൾക്കായിട്ടുണ്ടോ? എത്ര പേർക്കായിട്ടുണ്ട്? ഈ അമ്മച്ചിനെ എടുത്തിട്ട് ഇയാൾ തല കയറ്റി വെച്ചാലാ? എനിക്ക് പറ്റിയിട്ടില്ല. അമ്മച്ചി ഒരു പരിധിയൊക്കെ പറ്റിയിട്ടുണ്ടാവും. അല്ലെ? ശിമിയോന്റെ കരങ്ങളിലേക്ക് യേശു വെച്ച് കൊടുക്കുമ്പോൾ ശിമിയോൻ പറഞ്ഞ വാചകം എന്താ?
ഇനിതാ എൻ്റെ കണ്ണുകൾ കൊണ്ട് രക്ഷ കണ്ടു കഴിഞ്ഞു, ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. ഇനിതാ എൻ്റെ കണ്ണുകൾ കൊണ്ട് രക്ഷ കണ്ടു കഴിഞ്ഞു, ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. വർഷങ്ങളായിട്ട് ആദ്യ കുർബാന സ്വീകരിച്ച അന്ന് മുതൽ ഞാൻ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് ഈശോ വെച്ച് തരുമ്പോൾ വൈദികൻ പറയുന്ന വാചകം എന്താ? യേശുവിൻ്റെ ശരീരവും രക്തവും എന്ന്. ഇന്ന് വൈദികനായിട്ട് നിങ്ങൾക്ക് വെച്ച് തരുമ്പോൾ ഞാൻ പറയുന്ന വാചകം എന്താ? യേശുവിൻ്റെ ശരീരവും രക്തവും എന്ന്. അങ്ങനെ വർഷങ്ങളായിട്ട് യേശുവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ടും അറിഞ്ഞു കൊടുത്തിട്ടും എനിക്കിതുവരെ എന്ന് പറയാനായിട്ടില്ല, ഇന്നിതാ എൻ്റെ കണ്ണുകൾ കൊണ്ട് രക്ഷ കണ്ടു കഴിഞ്ഞു, ഈ ദാസന് സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന്. ഇത് രക്ഷാകരമായിട്ടുള്ള ഒരു വിശുദ്ധ ബലിയാണ്. നിങ്ങൾ ഓരോ പ്രാർത്ഥനയും കടന്നു പോകുമ്പോൾ അറിയാം, ഓരോ പ്രാർത്ഥനയിലും സൗഖ്യത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ ബലിയുടെ ഓരോ പ്രാർത്ഥനകൾക്കും ഓരോ വാക്കുകൾക്കും സൗഖ്യത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. പക്ഷെ നമുക്കതറിയാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ബലിയുടെ സാന്നിധ്യം മാത്രം മതി. അറിഞ്ഞുകൊണ്ട് അവനെ സ്വീകരിക്കുമ്പോൾ ദാവീദിന്റെ പുത്രനെ കനിയണമേ എന്നുള്ള അറിവോടുകൂടി അവനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ സകല ഉത്തരങ്ങളുമായി, നിങ്ങളുടെ ജീവിതത്തിന് സകല അർത്ഥങ്ങളുമായി. പക്ഷെ എന്തെങ്കിലും എൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, ഇനിതാ എൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഒരു ദിവസമെങ്കിലും എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഒറ്റ സാന്നിധ്യവും ഒറ്റ ബോധ്യവും മതി. അതിനെങ്ങനെയാ? നമുക്ക് ജീവൻ്റെ കൃപ ഒരുപാട് ദൈവം ചേർത്ത് വെച്ചിട്ടും അത് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ഞാനൊരു പള്ളിയിലെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി ബോംബെയിൽ. അപ്പോൾ കാലത്ത് ഇങ്ങനെ 9 തൊട്ട് 4 മണി വരെ ക്ലാസ് എടുത്തു. ഭയങ്കര ചൂടുള്ള കാലഘട്ടമായിരുന്നു. ഞാനിങ്ങനെ വയർത്തൊലിച്ചു തിരിച്ചു വരുമ്പോൾ താമസം ഒരുക്കിയിരിക്കുന്നത് ഒരു മലയാളി ചേട്ടൻ്റെ വീട്ടിൽ. അവർ 2nd ഫ്ലോർ ഫ്രീ ആണ്, അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. കാരണം വേറെ സൗകര്യം പള്ളിയിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ താമസിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പം ഞാൻ വേഗം, എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, പള്ളിയിൽ ചായ കുടിച്ചു ചെന്നങ്ങ് വേഗം കിടന്ന് ഉറങ്ങണമെന്നോ അത്ര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉറങ്ങാനായിട്ട് കിടന്നു, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഉടനെ തന്നെ പെൺകുട്ടി ബിടെക് പഠിക്കുക, അവൾ മേലേക്ക് കയറി വന്നു. കാരണം പപ്പ പറഞ്ഞിട്ടുണ്ട് അച്ഛന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെയ്ത് കൊടുത്തോളൂ എന്ന്. അവൾ വന്ന് മുട്ടി. അവൾ പറഞ്ഞു, അച്ഛാ ഫാദറെ എന്തെങ്കിലും ചെയ്തു തരണോ? ഞാൻ പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, ഞാൻ ചായ കുടിച്ചു, ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, ലോവ് മുഴുവൻ വെള്ളമായി. നോ പപ്പ പറഞ്ഞിട്ടുണ്ട് ഫാദറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഇവൾ ഹെൽപ്പ് ചെയ്യാണ്ട് പോവില്ല. അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഓക്കെ ഇവൾക്ക് എന്തെങ്കിലും പറയണ്ടേ, അന്ന് എനിക്കൊരു ഗ്ലാസ് പാല് വേണമെന്ന് പറഞ്ഞു. ഉടനെ അടിയിലേക്ക് ഓടിപ്പോയി. ഒരു ഫ്ലാസ്കിൽ നിറച്ച് പാലായിട്ട് ഒരു 10-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അതെനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ മോളെ, നിന്നെ അടുത്ത ആവശ്യം നിന്നെ വിളിക്കുക, നീ പൊക്കോ. നോ അപ്പ പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് വേണമെങ്കിലും എല്ലാം ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിരിക്കണേ. ഇവൾ പോകാനുള്ള വഴിയില്ല. കാരണം ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലപ്പോഴൊക്കെ അവർ വീട്ടിൽ ഗസ്റ്റുകൾ വരുമല്ലോ. അപ്പോൾ ഞാനൊരു ഗസ്റ്റ് വന്നപ്പോൾ കുറച്ച് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവള്. ഞാൻ പറഞ്ഞു, മോളെ ഇത് പോണില്ല. ഞാൻ പലതും പറഞ്ഞിട്ട് ഒന്നും വന്നിട്ട് പോണില്ല. അവസാനം ഞാൻ പറഞ്ഞേ, ഈ പാല് ചൂടുപാലാണ് തണുത്ത പാലാണെന്ന് ചോദിച്ചു. ചൂടുള്ള പാല, തിളപ്പിച്ച പാലാ? എനിക്ക് തിളപ്പിച്ച പാല് പറ്റില്ല, എനിക്ക് തണുത്തുള്ള പാല് വേണമെന്ന് പറഞ്ഞു ഞാൻ. ഉടനെ അവൾ എൻ്റെ ആ ഫ്ലാസ്ക് വാങ്ങി അടിയിലേക്ക് പോയി. പിന്നെ അതിനെ കാണാനില്ല. ഒരു 10-20 മിനിറ്റായി. അപ്പം ഞാൻ പറഞ്ഞു, പെട്ടുപോയല്ലോ, എന്തെങ്കിലും പറഞ്ഞ് വേറെ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ അതിനെ കാത്തു നിൽക്കണ്ടേ. ഞാൻ അടിയിലേക്ക് ഫോൺ ചെയ്തു, മോളെ പാല് തണുത്തില്ലെന്ന് ചോദിച്ചു. ഉടനെ അവൾ എന്ത് ചെയ്തു? അടിന്നേ വരുന്ന ഫാദർ ഓടി വന്നു. ഇവിടെ എന്ത് ചെയ്യുന്നറിയോ, ഈ പാലെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഇട്ട് വെച്ചിട്ട് തണുപ്പിക്കാനായിട്ടേ. അത് ബിടെക് അല്ല, അതിനത്ര ബുദ്ധിയുള്ളൂ. അപ്പോൾ വേഗം അവൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ നിന്ന് എന്ത് ചെയ്തു, അത് എടുത്തു കൊടുന്ന് എനിക്ക് കൊടുന്ന് വന്നു. ഞാൻ നോക്കുമ്പോൾ ഫ്ലാസ്കിൻ്റെ പുറത്ത് മുഴുവൻ ആ വെള്ളവും തണുപ്പൊക്കെ, നല്ല തണുപ്പ്. തുറന്നു നോക്കിയപ്പോഴാ നല്ല ചൂട്, കാരണം തെർമോ ഫ്ലാസ്ക് അല്ലേ. നിങ്ങൾ എന്നെ നോക്കിയേ, എന്തൊരു കൂളാ ഞാൻ. ഇല്ല, ഒരു കുഴപ്പമില്ല അച്ഛനല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മച്ച അമ്മച്ചു. പക്ഷെ എൻ്റെ ഉള്ളില്ലേ ചിലപ്പോൾ നീറുക. നിങ്ങളങ്ങനെ നോക്കുമ്പോഴല്ലേ എന്തൊരു സുഖ, എന്തൊരു നല്ല ചേട്ടന്മാർ ചേച്ചിമാരും അങ്കിൾമാരൊക്കെ. പക്ഷെ ഉള്ളില്ലേ നീറുക. ഇത് തണുക്കണ്ടേ, ഇതും തണുത്ത് കിട്ടണ്ടേ. സക്രിയാസിന് 9-ാമത്തെ വാക്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിന്റെ ഭവന ചുറ്റും കാവൽമാലാകമാരുടെ സംരക്ഷണ വ്യൂഹം ഞാൻ തീർക്കും, യാതൊരു മർദ്ദിതനും നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഈ ഒരു സംരക്ഷണവും ദൈവം ഒരുക്കിയിട്ടും ജീവിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ സംരക്ഷണമായ രക്ഷാകര ഇറങ്ങി വന്നിട്ടും എന്തേ ഉള്ളുക തണുക്കാത്ത? നമുക്ക് വിട്ടുപോയത് അവൻ ദാവീദിന്റെ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിത വഴികൾക്ക് രക്ഷാകര വഴിയൊരുക്കിയ
സംരക്ഷണമൊരുക്കിയ ഉത്തരമായ പ്രവചനങ്ങളുടെയും രക്ഷാകര പദ്ധതിയും പൂർണ്ണതയാണ് ഇന്ന് ഞാൻ സ്വീകരിക്കുന്ന ഈ അപ്പമെന്ന്, ഈ തിരുരക്തമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് കൊണ്ട് ഇന്നും എൻ്റെ ഉള്ള് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തണുക്കണട്ടാ. അവനെ സ്വീകരിക്കുമ്പോൾ ദാവീദിൻ്റെ പുത്രൻ്റെ കനിയണമേ ഒന്ന് പ്രാർത്ഥിക്കാനായി കഴിഞ്ഞാൽ നിൻ്റെ ജീവിത വഴികളിലും എൻ്റെ ജീവിത വഴികളിൽ ഒരുപാട് സമാധാനവും സന്തോഷവും അവനേൽക്കും. ഒരുപാട് കഴിവുകളോടെ, ഒരുപാട് നിറവുകളോടെ, സംരക്ഷണത്തോടെ ദൈവം ചേർത്ത് വെച്ചതാ. സകല സൃഷ്ടികൾക്കും മേലെ ശക്തിയായി വളരാനായിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആ സൃഷ്ടികളിൽ കുരുങ്ങി, ആ സൃഷ്ടികൾക്ക് താഴെ തകർന്നടിഞ്ഞ് കരഞ്ഞ് ജീവിക്കുക. തിരിച്ചറിയണം, ഇന്ന് എന്നിലേക്ക് കടന്നു വരുന്നത് ദാവീദിൻ്റെ പുത്രനാണെന്ന്. ഇന്ന് കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിൽ നിനക്കെന്ത് ചെയ്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കാൻ മാത്രം മനസ്സുള്ള ഒരു ദൈവം വരുമ്പോൾ ചോദിക്കണം, ദൈവമേ ഒന്ന് ചോദിക്കേ എന്നോട്, എനിക്കെന്താ ആഗ്രഹമെന്ന് ഞാൻ പറയാം. ഇന്ന് ഓരോ നിമിഷം കൈകൾ കൂപ്പുമ്പോഴും, ഓരോ പ്രാർത്ഥന കൈകൾ കൂപ്പുമ്പോഴും, സമാധാനത്തിന് കൈകൾ കൂപ്പുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം, ദൈവമേ ചോദിക്കേ എവിടെയെങ്കിലും സമാധാനം വേണ്ടെന്ന് ഞാൻ പറയാം. അവൻ തരാൻ തയ്യാറാട്ടാ. സ്വീകരിക്കാനാക്ക വിധം എൻ്റെ മനസ്സിനെയും വിശ്വാസത്തെയും തുറക്കാനായിട്ട് ഈ കൃപാവരങ്ങൾ നിങ്ങളെ ശക്തമാക്കട്ടെ. ജീവിത വഴികളിൽ സമാധാനത്തിൻ്റെ കൃപയുടെ നിമിഷമാക്കി മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിൽ തുടർന്നും പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ